ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാഴ്സ്. നമ്മളിപ്പോൾ ഓടിക്കുന്ന വണ്ടി പുതിയ MG മെജസ്റ്റർ ആണ്. ഗ്ലോസ്റ്ററിൻ്റെ ഒരു പ്രീമിയം അപ്പ് മാർക്കറ്റ് റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു വണ്ടി വന്നേക്കുന്നത്. കൂടുതൽ എക്യുപ്മെൻ്റ് ഉണ്ട്, കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലോസ്റ്റർ ഓഫ് റോഡ് പോവില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ആണല്ലോ പണ്ട് കുറേ പേരൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ പ്രശ്നമായിരുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ എന്നുള്ള രീതിയിൽ MG വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ആണ്. മമ്മൂട്ടി ഡാൻസ് കളിക്കില്ല എന്നുള്ള ആ ഒരു ചീത്തപ്പേര് ദുൽഖർ സൽമാൻ പരിഹരിച്ച പോലെ ഗ്ലോസ്റ്ററിന് ഓഫ് റോഡ് പോകാൻ പറ്റില്ല എന്ന് കുറേ പേര് പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മെജസ്റ്ററിൽ മാറ്റിയിട്ടുണ്ട്. ദിസ് ഹാസ് എ ലോട്ട് ഓഫ് റോഡിങ് കിറ്റ്. നമുക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽസ് ഉണ്ട് 3 അതേപോലെ തന്നെ ലോ റേഞ്ച് ഗിയർ ബോക്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഡ്രൈവ് ട്രെയിൻ മോഡ്സ് ഉണ്ട്. ആൻഡ് ഇതെല്ലാം കൂടി ദിസ് ഈസ് എ സീരിയസ് മഡ് പ്ലഗർ എന്നാണ് MG പറയുന്നത്. ഇപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാക്കനാട് ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് അറേഞ്ച്ഡ് ഓഫ് റോഡ് കോഴ്സ്. അതിന് മുമ്പ് നമുക്ക് വണ്ടി എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. സ്റ്റൈലിങ്ങിൽ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലെ ടോട്ടലി ഒരു റീഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. ഹെഡ്ലൈറ്റ്സും ഗ്രില്ലും ബമ്പറും ആ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു മോഡേൺ ഫേസ് വന്നിട്ടുണ്ട്. കുറേ കൂടി ഒരു സ്ക്വയറിഷ് ഗ്രില്ലൊക്കെ വന്നു. ആൻഡ് ഇറ്റ് ലുക്സ് മച്ച് മോർ ഇമ്പോസിങ്. റോട്ടിലാണെങ്കിലും കുറേ കൂടി ഒരു സൈസുള്ളൊരു വണ്ടി പോലെ നമുക്ക് തോന്നും. സൈഡിലേക്ക് വരികയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും തോന്നില്ല. പക്ഷേ യു ഗെറ്റ് 19 ഇഞ്ച് വീൽസ്. ആൻഡ് ഈ ഒരു സെഗ്മെന്റിൽ MG പറയുന്നത് ഇതിന് മാത്രമേ 19 ഇഞ്ച് വീൽസ് ഉള്ളൂ എന്നുള്ളതാണ്. ഓൾദോ ടാറ്റ ഹെക്സ ഓൾറെഡി ഹാഡ് 19 ഇഞ്ച് വീൽസ് മെനി ഇയേഴ്സ് എഗോ. ഇപ്പോഴും ടാറ്റയുടെ ഹാരിയറിനും സഫാരിക്കൊക്കെ 19 ഇഞ്ച് വീൽസ് ഉണ്ട്. ബട്ട് ഈ ഒരു ഓഫ് റോഡ് പോകുന്ന ഒരു വണ്ടിയിൽ 19 ഇഞ്ച് വീൽസും ആ വീലിൻ്റെ ഓവറോൾ സൈസൊക്കെ ഇറ്റ് ലുക്സ് വെരി ഇംപ്രസീവ്. ബാക്കിലേക്ക് വരികയാണെങ്കിലും കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. ടെയിൽ ലൈറ്റ്സ് മാറിയിട്ടുണ്ട്. കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ലൈറ്റ് ബാറാണ് വന്നേക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടുള്ള ഒരു മെറ്റലിൻ്റെ പീസ് ഇപ്പോൾ ബ്ലാക്ക് കളറാണ്. അതിൽ മോറിസ് ഗരാജസ് എന്ന് വലുതാക്കി എഴുതിയിട്ടുണ്ട്. അത് കൂടാണ്ട് ബൂട്ടിൻ്റെ താഴെ വലിയ മത്തങ്ങ അക്ഷരത്തിൽ മെജസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. MGക്ക് ഇപ്പോഴും ആ ഒരു സട്ടിലിറ്റി ഇല്ല ബാഡ്ജസിൻ്റെ കാര്യത്തിൽ. ഇൻട്രറ്റീൻ സൈഡിൽ ബാഡ്ജ് പോയെങ്കിലും ഇപ്പോഴും ബാക്കി ബാഡ്ജുകളുകൊണ്ട് വണ്ടി നിറച്ചേക്കുകയാണ്. ഇതിൻ്റെ താഴെ നമുക്ക് ട്വിൻ എക്സോസ്റ്റ് പൈപ്സ് ഉണ്ട്. സാധാരണ 4 സിലിണ്ടർ എഞ്ചിനുകളുടെ കൂടെ ഒന്നും ട്വിൻ എക്സോസ്റ്റ് പൈപ്സ് ഒന്നും ആരും കൊടുക്കാറില്ല. പക്ഷേ ദിസ് കാർ ഹാസ് ദാറ്റ്. ശരിക്കും ഈ ഗ്ലോസ്റ്റർ എന്ന് പറയുന്നത് മാക്സസ് D90 എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിയുടെ വണ്ടിയാണ്. അത് റീബാഡ് ചെയ്തിട്ടാണ് MG വിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു MGയുടെ വണ്ടികൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത ഓരോന്നും ഓരോ കമ്പനിയിൽ നിന്ന് എടുത്തതാണ്. ഈ മാക്സസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ MG M9ൻ്റെ മിഫയുടെ ഒക്കെ ആയിട്ട് കുറച്ച് സിമിലാരിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. അത് കുറേ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊരു ബോഡി ഓൺ ഫ്രെയിം വണ്ടിയാണ്. നമ്മുടെ ഫോർച്യൂണറിൻ്റെ ഒക്കെ പോലെ ഒരു മെറ്റൽ ബോഡി എടുത്തിട്ട് ഒരു ലാഡർ ഫ്രെയിം സ്ട്രോങ് ആയിട്ടുള്ള ഷാസിയുടെ മുകളിൽ വെച്ചതാണ്. ഫോർച്യൂണറിനേലും ഒരു 300 കിലോസോളം ഹെവിയർ ആണ്. സോ അത് നമുക്ക് പെർഫോമൻസിലും എല്ലാം കാണാൻ പറ്റും. വേറെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഡാഷ്ബോർഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പഴയ ഡാഷ്ബോർഡിന് ഒരു BMW ഡാഷ്ബോർഡിൻ്റെ ഒരു ചായ ഉണ്ടായിരുന്നു. ആ ഒരു ഡിസൈനും ആ സ്ക്രീനിൻ്റെ പ്ലേസ്മെൻറ്റും ഒക്കെ വെച്ചിട്ട്. ഇപ്പോഴും BMW ചായ ഉണ്ട്. പുതിയ S-Events ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു BMWൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഗ്രില്ല് കാണുന്ന പോലെ ഉണ്ട്. ബട്ട് ടോട്ടലി ഡിഫറെൻറ്റ് ഡാഷ്ബോർഡ്. നമുക്ക് ഇവിടെ ഒരു 12.3 ഇഞ്ച് സ്ക്രീനും ഇവിടെ ഒരു 12.3 ഇഞ്ച് സ്ക്രീനും കിട്ടുന്നുണ്ട്. ഡാഷ്ബോർഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ലെതർ റാപ്ഡ് ആണ്. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇത്തിരി കൺസേണിങ് ആണ്. ഇപ്പോൾ ആ ഒരു ഡോർ പാഡിൻ്റെ അവിടെയുള്ള മെറ്റീരിയലൊക്കെ കുറച്ച് വേവിയാണ്. അതിൻ്റെ സ്ട്രെയിറ്റ്നെസ് നമുക്ക് ക്വസ്റ്റ്യനബിൾ ആണ്. ബട്ട് ദെൻ അഗെയിൻ ഗുഡ് ടു ഹാവ് ദാറ്റ്. ആ ഒരു പ്ലാസ്റ്റിക്സ് കാണുന്നില്ല എന്നുള്ളത് വെച്ചിട്ട് നമുക്കൊരു ക്വാളിറ്റി ഫീൽ തോന്നും. ബാക്കിയൊക്കെ ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഒക്കെ കുറേ ട്രിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. AC കൺട്രോൾസ് ഒക്കെ ഇവിടെ ചെറിയ ബട്ടൺസ് ആയിട്ട് ടോഗിൾ ബട്ടൺസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ഡ്യുവൽ വയർലെസ് ചാർജർ ഉണ്ട്. ഇവിടെ 3 ലോക്കിംഗ് ഡിഫറൻഷ്യൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ടെറൈൻ മോഡും 4 വീൽ ഡ്രൈവിൻ്റെ കൺട്രോൾസും കിട്ടുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് വിത്ത് കപ്പ് ഹോൾഡർ, ഒരു സ്ലൈഡിംഗ് കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട് വിച്ച് ഹാസ് ഫർദർ സ്റ്റോറേജ്. സീറ്റ്സ് വളരെ കംഫിയാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോഴും ഗുഡ് വിസിബിലിറ്റി ഓൾ അറൗണ്ട്. ലംബാർ സപ്പോർട്ട് ഇത്തിരി കൂടുതലാണ് ഈവൻ ഇൻ ദ ലോവസ്റ്റ് പൊസിഷൻ. നമുക്ക് ഈ ഒരു സീറ്റ് 12 വേ അഡ്ജസ്റ്റബിൾ ആണ്. ആ സീറ്റ് 8 വേ അഡ്ജസ്റ്റബിൾ ആണ്. രണ്ടിനും വെന്റിലേഷൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, മസാജ് ഫംഗ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ഈതർ ഈ ഒരു ഫുൾ വിഡ്ത്തുള്ള ബെഞ്ച് സീറ്റ് കിട്ടും വിച്ച് ഇസ് 7 സീറ്റർ വേർഷൻ, അല്ലെങ്കിൽ 6 സീറ്റർ വേർഷൻ ആണെങ്കിൽ 2 ഇൻഡിവിജ്വൽ ക്യാപ്റ്റൻ സീറ്റ്സ് പോലത്തെ കിട്ടും. കംഫർട്ടബിൾ സീറ്റാണ്, നല്ല ലെഗ് റൂം ഒക്കെ ഉണ്ട്. തേർഡ് റോയിലും യു ഗെറ്റ് ഡീസൻറ്റ് ലെഗ് റൂം, ഹെഡ് റൂം ആൻഡ് ഓൾ. ആകെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ കാല് ആ സീറ്റിൻ്റെ അടിയിലേക്ക് വെക്കാനുള്ള വലിയ സ്പേസ് ഇല്ല. ബട്ട് ഇറ്റ്സ് റിയലി കംഫർട്ടബിൾ തേർഡ് റോ ഓൾസോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്. ബാക്കിൽ ബൂട്ട് സ്പേസ് ഈസ് അറൌണ്ട് 343 ലിറ്റേഴ്സ്. എല്ലാ സീറ്റും പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഓർ സീറ്റ്സ് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 1350 ലിറ്റേഴ്സ് നമുക്ക് കിട്ടും. 3 സോൺ AC ആണ് കാറിന് വരുന്നത്. ഇവിടെ 2 സോണുകളും അതുപോലെ ബാക്കിലത്തെ മിഡിൽ റോയിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. അവിടെ AC വെൻസിൻ്റെ മുകളിലായിട്ടൊരു കൺട്രോളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാൻട്രോമിക് ഗ്ലാസ് കിട്ടുന്നുണ്ട്. ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് ആർ ദെയർ. 6 എയർ ബാഗ്സ് ഉണ്ട്. അഡാസ് ഫീച്ചേഴ്സ് ലെവൽ 2 ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ദ കാർ ഈസ് റിയലി വെൽ കിറ്റഡ് ഔട്ട്. വലിയൊരു ഡിഫറൻസ് വന്നേക്കുന്ന ഈ സീറ്റ്സിൻ്റെ ഒക്കെ ലെതർ അപ്ഹോൾസ്റ്ററി ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ പാഡിംഗ് ഒക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ചൊരു ഡയമണ്ട് പാറ്റേൺ പോലത്തെ ഒരു രീതിയിലാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. ഇറ്റ് ലുക്സ് എ ലോട്ട് മോർ പ്രീമിയം ദാൻ ഇറ്റ് വാസ് ഏർലിയർ. ടച്ച് സ്ക്രീൻ കുറച്ച് ക്രൗഡഡ് ആണ്. കുറേയധികം ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തേക്കണതുകൊണ്ട് നമുക്ക് എല്ലാം അതിൻ്റെ ഉള്ളിൽ എവിടേക്കാണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വരും. ബട്ട് വൺസ് യു ഗെറ്റ് യൂസ് ടു ദാറ്റ് വളരെ ഈസി ആയിട്ടൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയേക്കും.
ഇതിൻ്റെ ഗിയർ സെലക്ടർ ഇരിക്കുന്നത് ഇവിടെ സ്റ്റിയറിംഗിൻ്റെ റൈറ്റ് സൈഡിലാണ്. നമ്മുടെ ഇൻഡിക്കേറ്റർ സ്റ്റോക്കൊക്കെ പോലെയാണ്. അപ്പോൾ അറിയാണ്ട് നമ്മൾ ചിലപ്പോൾ ലെഫ്റ്റിലേക്കൊക്കെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇതുമ്പോൾ ഓർക്കാണ്ട് ഫോഴ്സ് ഓഫ് ഹാബിറ്റ് കൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ന്യൂട്രലും റിവേഴ്സൊക്കെ ആയിരിക്കും വീഴുക. സംതിങ് യു വിൽ ഗെറ്റ് യൂസ് ടു. വലിയ കുറ്റമൊന്നും പറയാനില്ല, പക്ഷേ നൗ ഇറ്റ്സ് അനോയിങ്. 3-4 പ്രാവശ്യമായി എനിക്കിപ്പോൾ അത് കിട്ടുന്നു. മെജസ്റ്ററിൻ്റെ സൈസ് ഭയങ്കര ഇമ്പ്രസീവ് ആണ്. 5046 mm ലെങ്ത് ഉണ്ട്, അതുപോലെ 2016 mm വിഡ്ത്ത് ഉണ്ട്, 1870 mm ഹൈറ്റ് ഉണ്ട്. സോ ഇറ്റ്സ് റിയലി ബിഗ്. ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിപ്പമുള്ള വണ്ടികളിലൊന്നാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 202 mm ആണ് 4 വീൽ ഡ്രൈവ് വേരിയൻറ്റിന്. അതിൻ്റെ 2 വീൽ ഡ്രൈവ് വേരിയൻറ്റ് കുറച്ചും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നു ട്രാൻസ്ഫർ കേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ടിലെ ഡിഫറൻഷ്യലായിരിക്കാം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയ്ക്കുന്നത്. സോ അതിന് 218 mm ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് അപ്രോച്ച് ആംഗിളും ഡിഫറൻസ് ഉണ്ട്. 4 വീൽ ഡ്രൈവ് മോഡലിന് 27.6 ഡിഗ്രീസ് ആണ് അപ്രോച്ച് ആംഗിൾ, വേറെ 2 വീൽ ഡ്രൈവ് ഉള്ള മോഡലിന് ഏകദേശം 28.4 ഡിഗ്രീസ് ഉണ്ട്. സോ ഇറ്റ്സ് സ്ലൈറ്റ്ലി ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് പോലെ തന്നെ. രണ്ട് മോഡലിനും 810 mm വാട്ടർ വെയ്ഡിങ് ഡെപ്ത് പറയുന്നുണ്ട്. സോ മഴക്കാലമൊക്കെ ആയാലും വെള്ളക്കെട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ കൂടെ സുഖമായിട്ടൊക്കെ ഓടിച്ച് നടക്കാം. 810 mm എന്ന് പറയുന്നത് സീരിയസ്ലി ഇംപ്രസീവ് ആണ് സ്പെക് വൈസ്. മെജസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ 3 ലോക്കിംഗ് ഡിഫറൻഷ്യൽസ് ആണ്. നമ്മൾ ജി വാഗണിലൊക്കെ കണ്ട പോലെ യു ഹാവ് എ ഫ്രണ്ട് ലോക്കിംഗ് ഡിഫറൻഷ്യൽ, റിയർ ലോക്കിംഗ് ഡിഫറൻഷ്യൽ ആൻഡ് എ സെൻറ്റർ ലോക്കിംഗ് ഡിഫറൻഷ്യൽ. അപ്പോൾ അതുകൊണ്ട് സെൻറ്ററിൽ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എ 50-50 സ്പ്ലിറ്റ് ഫ്രണ്ടും ബാക്കും തമ്മിൽ. അതുപോലെ ബാക്കിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25% ആൻഡ് 50% ഫ്രണ്ടിലത്തെയും കൂടി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീലിലേക്കും ആ ഒരു 25% ടോർക്ക് സ്പ്ലിറ്റ് ഉണ്ടാവും, വിച്ച് ക്യാൻ ടാക്കിൾ ഓൾമോസ്റ്റ് എവരി സിറ്റുവേഷൻ. നമുക്ക് ഏത് വീലിന് ട്രാക്ഷൻ ഉണ്ടെങ്കിലും ആ ഒരു വീലിൻ്റെ മൂവ്മെൻറ്റ് കാരണം വണ്ടീനെ മുഴുവനായിട്ട് ഏകദേശം കയറ്റിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ റിയലി ഹാൻഡി പീസ് ഓഫ് കിറ്റ് നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത്, എസ്പെഷ്യലി ലോ ഗ്രിപ്പ് സർഫസുകളിലും അതുപോലെ വളരെ അൻഡുലേറ്റിംഗ് ടെറൈൻസിലൊക്കെ ഇറ്റ് ഈസ് റിയലി ഇംപ്രസീവ്. ഈ ഒരു വണ്ടി വാങ്ങുന്നവരൊന്നും അത്ര വലിയ ഓഫ് റോഡ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഓഫ് റോഡ് പോകുന്നവരാണെങ്കിൽ തന്നെ അവർക്കൊരു ജിംനിയോ താറോ അതിന് വേണ്ടി പർപ്പസ് ബിൽറ്റ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇറ്റ്സ് ഗുഡ് ടു നോ യു ഹാവ് ദാറ്റ് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഇഫ് യു നീഡ് ഇറ്റ്. ഈ ഒരു മെജസ്റ്ററിന് യു ഹാവ് എ 2 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിൻ. നമ്മൾ ഗ്ലോസ്റ്ററിൽ ഉണ്ടായിരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഹയർ സ്റ്റേറ്റ് ഓഫ് ട്യൂൺ 1 വിത്ത് ദ ട്വിൻ ടർബോ മാത്രമേ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുള്ളൂ. പവർ ഔട്ട്പുട്ട് ഈസ് അറൌണ്ട് 215.5 bhp ആൻഡ് ടോർക്ക് ഈസ് അറൌണ്ട് 485.5 Nm. ആ ഒരു 0.5 കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത്രയും പ്രിസൈസ് ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു സൈസ് ഓഫ് എഞ്ചിനിലും ഈ ഒരു സെഗ്മെന്റിലൊന്നും നമ്മൾ ട്വിൻ ടർബോ കാണാറില്ല. ഇത് ആക്ച്വലി 2 ടർബോ ഉണ്ട്. 2000 cc 2 ടർബോന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കും. ഈ എഞ്ചിൻ ശരിക്കും ഒരു ഷാങ്കായ് ഡീസൽ എഞ്ചിൻ കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്ത ഒരു ഇൻഹൗസ് ഡെവലപ്പ് ചെയ്ത ഒരു എഞ്ചിനാണ്. ചൈനീസ് എഞ്ചിനാണ് ടോട്ടലി. ഗിയർ ബോക്സും ഒരു 8 സ്പീഡ് ZF-ന്റെ ഒരു കോപ്പി പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത് ഗ്ലോസ്റ്ററിൽ ഭയങ്കര മോശമായിരുന്നു, കാരണം അതിൻ്റെ പലപ്പോഴും അത് ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് രീതിയിലായിരുന്നു. അതിന് ചിലപ്പോൾ നമ്മൾ ത്രോട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യാനൊക്കെ കുറേ സമയം എടുക്കുമായിരുന്നു. ഇതിൽ എഞ്ചിൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. വൺ തിങ്, റിഫൈൻമെൻറ്റ് ഈസ് ഫാർ ബെറ്റർ. ഗ്ലോസ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ചും കൂടി സൈലൻ്റ് ആണ്. നമുക്ക് പെർഫോമൻസ് ഒന്ന് നോക്കാം. 27, 30, 40, 50, 60, 70, 80, 90, 100. അത്ര ഫാസ്റ്റ് അല്ല, പക്ഷേ യു കാൺ കോൾ ഇറ്റ് സ്ലോ ഓൾസോ. ഈ ഒരു സൈസ് ഓഫ് വണ്ടി വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ ഓൺലി റെവ് സ്റ്റിൽ 3900 RPM. അത് കഴിയുമ്പോഴത്തേക്ക് നേരെ അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഷിഫ്റ്റൊക്കെ പഴയതിനേലും കുറച്ചും കൂടി ബെറ്റർ ആണ്. മുന്നേ ഭയങ്കര സ്ലോ ആയിരുന്നു. ചില സമയത്ത് നമ്മൾ ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ ചില സമയത്ത് നമുക്ക് മാറാത്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ദിസ് ഈസ് ട്യൂൺഡ് സ്ലൈറ്റ്ലി ബെറ്റർ. പാസിംഗ് ആക്സിലറേഷൻ വലിയ കുഴപ്പമില്ല. നമുക്കിപ്പോൾ പെട്ടെന്നൊന്ന് ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസൻ ഫീൽ ദാറ്റ് കമ്പൽസം. ഓൺ റോഡ് മാനേഴ്സ് വലിയ പ്രശ്നമില്ല. നമുക്ക് റൈഡ് ഓൾമോസ്റ്റ് ഡീസൻ്റ് ആണ്. കുറച്ചൊരു ലംപിനെസ് ഉണ്ട് ആ ഒരു ലാഡർ ഫ്രെയിം വണ്ടികളുടെയൊക്കെ പോലത്തെ. പക്ഷേ അതർവൈസ് ഇപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ ജോയിൻസിലൊക്കെ ഇറ്റ് ജസ്റ്റ് ഗ്ലൈഡ്സ് ഓവർ ദാറ്റ്. സ്ലോ സ്പീഡിൽ പോണേലും കുറച്ചും കൂടി ഹയർ സ്പീഡിൽ ആ ഒരു ബംപ് അപ്സ് ഓപ്ഷനൊക്കെ കുറേ കൂടി ബെറ്റർ ആണ്. വലിയ ബംപ്സൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. റട്ട്സും എക്സ്പാൻഷൻ ജോയിൻസിലൊക്കെയാണ് നമുക്ക് ആ ഒരു ലാഡർ ഫ്രെയിമിൻ്റെ ആ ഒരു ബംപിനെസ് നമുക്ക് തോന്നണം കൂടുതലും. ഹാൻഡ്ലിങ് വലിയ കുഴപ്പം പറയില്ല. ഇറ്റ് ഹാസ് ഗുഡ് ബോഡി കൺട്രോൾ. കുറച്ച് റോളും ലീനൊക്കെ ഉണ്ട് ബിക്കോസ് ഓഫ് ദ സൈസ് ഓഫ് ദ കാർ. എന്നാലും സ്റ്റിയറിംഗ് ഈസ് റിയലി ആക്യുറേറ്റ്, വളരെ പ്രിസൈസ് ആണ്. ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു സൈസുള്ള വണ്ടിയൊക്കെ കൊണ്ടുനടക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. നല്ല വിസിബിലിറ്റി ഉണ്ട്. സോ യു ക്യാൻ സീ പ്രോപ്പർലി ഔട്ട് ഓഫ് ദ കാർ. അതുപോലെ തന്നെ എഡ്ജസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് മാനേജബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ട്രാഫിക്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻഡ് ഹൈവേയിൽ ഇപ്പോൾ ഹൈ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് യു ഗെറ്റ് ഗുഡ് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി. ബ്രേക്സ് കുറച്ചൊരു സ്പഞ്ചി ഫീലാണ്. നമുക്ക് പെഡൽമ യാതൊന്നും നമുക്ക് പറഞ്ഞു തരുന്നില്ല. ബട്ട് ഇറ്റ് സ്റ്റോപ്സ് ദ കാർ
ഒരു സൈസൊക്കെ ഉള്ള ഇത്രയും വെയിറ്റൊക്കെ ഉള്ളൊരു വണ്ടീനെ നിർത്താനുള്ള ബ്രേക്സ് ഉണ്ട്. 4 വീൽ ഡിസ്ക് ബ്രേക്സ് ഒക്കെയാണ്. ടയറിനും സഫിഷ്യൻറ്റ് ഗ്രിപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെജസ്റ്ററിൻ്റെ പ്രത്യേകതകൾ. നമുക്ക് ഫോർച്യൂണർ സെഗ്മെൻറ്റിൽ അതേപോലെ തന്നെ ഒരു ബോഡി ഓൺ ഫ്രെയിം SUV വേണമെന്നുണ്ടെങ്കിൽ വേറെ ചോയ്സ് ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് കൺസിഡർ ചെയ്യുമോ എന്നുള്ളതും വുഡ് യു ബൈ ദിസ് ഓവർ എ ഫോർച്യൂണർ, നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റൈലിംഗ് ഇഷ്ടമായോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.